ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി വളരെ പരിചിതമായ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് അല്പനേരം ധ്യാനിക്കാൻ പോകുന്നത്. 121 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വചനം. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ദൈവം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. അവിടെ ഇരിക്കുക, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. പലർക്കും പല കാര്യങ്ങൾ സമ്മതമായിട്ടും ദൈവത്തിന് സമ്മതമല്ലാത്തത് കൊണ്ടാണ് പലരും നോക്കിയിട്ടും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയാത്തത്. മനസ്സിലാകാനായിട്ട് ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ടുകളഞ്ഞു. ആ രാജ്യത്തെ ഒരു കൂട്ടം ജനങ്ങൾക്കത് സമ്മതമാണ്. ആ കൊട്ടാരത്തിലെ മുഴുവൻ ആൾക്കാർക്ക് സമ്മതമാണ്. സിംഹത്തിനും ദാനിയേലിനെ ഭക്ഷണമാക്കാൻ സമ്മതമാണ്. പക്ഷേ ആരൊക്കെ സമ്മതം മൂളിയിട്ടും ദൈവം ആ വിഷയത്തിൽ സമ്മതം മൂളാഞ്ഞതുകൊണ്ട് ദാനിയേൽ ഒരു കേടും കൂടാതെ വെളിയിൽ വന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യോനയെ ഒരു മത്സ്യം വിഴുങ്ങി 3-ാം ദിവസം കരയ്ക്ക് കൊണ്ട് ഛർദ്ദിച്ചു. തിമിംഗലത്തിനകത്ത് ദഹനരസങ്ങളുണ്ട്. ഒരു മനുഷ്യനെ അങ്ങോട്ട് കഴിച്ചാൽ ഒരു ദിവസം കൊണ്ട് അത് ദഹിച്ച് വേറൊരു രൂപത്തിൽ വെളിവരും. തിമിംഗലത്തിന് സമ്മതമായിരുന്നു, കപ്പലിലുള്ള എല്ലാവർക്കും സമ്മതമായിരുന്നു. പക്ഷെ ദൈവത്തിന് സമ്മതമല്ലായിരുന്നത് കൊണ്ട് ആ മത്സ്യം തന്നെ യോനെ കരയിലെത്തിച്ചു. നിന്റെ ചുറ്റുപാടുകളിൽ ഒത്തിരി പേർക്ക് നിന്നെ തകർക്കുവാൻ സമ്മതമാണ്. പക്ഷെ ദൈവത്തിന് സമ്മതമല്ലാഞ്ഞതുകൊണ്ട് നിനക്കൊരു കേടും പറ്റിയില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. താഴോട്ട് നിങ്ങൾ വായിക്കണം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ. കണ്ടോ, ദൈവത്തെ സേവിക്കുന്നൊരു ദൈവ പൈതലിന് ചിലത് വരുവാൻ ദൈവം സമ്മതിക്കുകയല്ല. മയങ്ങാതെ ഉറങ്ങാതെ നിന്നെ അവൻ കാക്കുകയാണ്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ കാവലിലാണെന്നും ഞങ്ങളുടെ കാൽ വഴുതാൻ സമ്മതിക്കത്തില്ലെന്നും അങ്ങ് സംസാരിച്ചത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ എൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നീ ദൈവത്തിൻ്റെ കാവലിലാണ്. ഗോഡ് ബ്ലസ് യു.